സത്യം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലൊക്കെ ഒരു വലിയ യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയിലായിരുന്നു. പക്ഷെ അതിനിടയിലാണ് സഞ്ജു സാംസണിൻ്റെ ഒരു എന്താ പറയുക ഔട്ട്സ്റ്റാൻഡിങ് ഇന്നിങ്സ് വരുന്നത്. അതോടെ തന്നെ ഏറെക്കുറെ വാർത്തകളൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ഒരു ട്രെൻഡ് തന്നെ ഏറെക്കുറെ യുദ്ധം വിരേശത്തുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിലൊരു സന്തോഷം പോലെയാണ് അത് ആളുകൾ ആഘോഷിക്കുന്നത്. മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും കേരളത്തിലെ എല്ലാ സിനിമാ താരങ്ങളായാലും ഒക്കെ അതിനെ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ICC ആയാലും ഓസ്ട്രേലിയയിലെ പേജുകളായാലും എല്ലായിടത്തും സഞ്ജു സാംസണാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ക്രിക്കറ്റ് ആരാധകൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്രേമി എന്നുള്ളൊക്കെ നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്തരം ചില നിമിഷങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ മത്സരത്തിൻ്റെ ഒരു കിക്ക് ഇതുവരെയായിട്ടും പോയിട്ടില്ല. സഞ്ജു സാംസണിൻ്റെ ഒരു എബിലിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ കുറിച്ചോ നമുക്ക് ആർക്കും സംശയമില്ല. നമ്മൾ തന്നെ ഒരു 10-12 വർഷമായിട്ട് IPL നമ്മൾ കാണുന്നതാണ്. മാത്രമല്ല അദ്ദേഹം അഗ്രസീവായിട്ട് ഓപ്പണിങ് ചെയ്യാൻ ആവുന്ന ആളാണ്. ഇപ്പോൾ ഈ 20 ലോകത്തിൽ തന്നെ കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം നന്നായി അഗ്രസീവായിട്ട് തന്നെ അദ്ദേഹം ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കളിച്ച പോലൊരു ഇന്നിങ്സ് അദ്ദേഹം കളിക്കുന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവസാനം വരെ നിന്നൊരു മത്സരം വിജയിപ്പിക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം ഒരു നല്ല സ്റ്റാർട്ടിങ് നൽകും, പിന്നെ ആരെങ്കിലും ഫിനിഷിങ് എന്താ പറയുക ഏറ്റെടുക്കും എന്നുള്ളതൊക്കെ എന്നതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മുമ്പും സഞ്ജു IPL ഇതുപോലെ ഒരുപാട് ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരുപാട് ഇന്നിങ്സ് ഉണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനായി അദ്ദേഹം സെഞ്ചുറി നേടിയൊരു കളി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം അവസാനമായി തോൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള ഒരു മത്സരം നമുക്ക് ഓർമ്മ ഉണ്ടാവും. മറ്റേ പാർത്ത് ചിണ്ടാൽ സഞ്ജുവിനോട് കയറി പോകാനൊക്കെ പറയുന്നൊരു മത്സരം. IPL സഞ്ജു ചേസിങ്ങിൽ അത് ഗംഭീരമായ നോക്കുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ടീമിൽ അതും ഇതുപോലത്തെ ഒരു നിർണായക സിറ്റുവേഷൻ, അതായത് ക്രൂഷ്യൽ മാച്ചിൽ ഇതുപോലത്തെ ഒരു നടത്തുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതിൽ ഇന്നലെ നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി നോർമൽ വീഡിയോ ഇറക്കിയല്ലോ. അപ്പോൾ അതിലുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് സഞ്ജു രോഹിതിനെ പോലെയാണ് ബാറ്റിംഗ് തുടങ്ങിയത്. അതായത് വളരെ അഗ്രസീവായിട്ട് സഞ്ജു രോഹിതിനെ പോലെ ബാറ്റിംഗ് തുടങ്ങി. ശരിയാണ്, പവർ പ്ലേക്ക് അദ്ദേഹം നന്നായി അടിച്ചു. പിന്നീട് അദ്ദേഹം പവർ പ്ലേ സർവൈവ് ചെയ്തു. സാധാരണ അദ്ദേഹം ഔട്ടാവുക എന്നുള്ളത് നമുക്കറിയാം. പെട്ടെന്നൊരു 20-30 ഇടയിലൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഔട്ടാവുന്നത്, അല്ലെങ്കിൽ റൺസൊക്കെ എടുക്കുന്നതിന് മുമ്പ് പോകും. പക്ഷെ അദ്ദേഹം പവർ പ്ലേ സർവൈവ് ചെയ്തു. അത് ഒരു രോഹിത് സ്റ്റൈൽ ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ പവർ പ്ലേക്ക് ശേഷമുള്ള മിഡിൽ ഓവറുകളാണ് സത്യത്തിൽ ചേസിങ്ങിലെ ഒരു ടീമിനെ നിർണ്ണയിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം കളിച്ച ഇന്നിങ്സ് എന്ന് പറയുന്നത് ഒരു വിരാട് കോഹ്ലി സ്റ്റൈലായിരുന്നു. അദ്ദേഹം ഓരോ സമയത്തും ടീമിൻ്റെ റൺ റേറ്റിൻ്റെ ഇക്വേഷൻ നോക്കി, കൂടാതെ തന്നെ ആ പ്രഷർ റിലീസാക്കി പുതിയ ഓരോ ബോളർമാരങ്ങനെ ഷൈഹോപ്പ് അയക്കും, ഉപദേശ് മോഹത്തി അയക്കും, റമാരിയോ ഷെഫേഡിനെ അയക്കും. അപ്പോൾ ഒരു ബോളർക്ക് മുമ്പിലും സഞ്ജു പതറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യ പന്ത് മുതൽ തന്നെ സഞ്ജു ഒരു ബൗണ്ടറി അടിക്കും. പിന്നീട് തന്നെ ആ ഒരു ഓവറിൽ മൊമെൻറ്റം കീപ്പ് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് കാര്യമായ സപ്പോർട്ട് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഒന്നും വിചാരിച്ച രീതിയിലേക്ക് സ്കോറിങ് ചെയ്തില്ല. ആദ്യം ഓപ്പണിങ്ങിലാണെങ്കിൽ 2 വിക്കറ്റ് പെട്ടെന്ന് പോവുകയും ചെയ്തു. സൂര്യകുമാർ 16 ബോളിൽ 18 അടിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അല്പമെങ്കിലും മൊമെൻറ്റം മാറ്റുന്നത് തിലക് വർമ്മ വന്നതിന് ശേഷം. പക്ഷേ സഞ്ജു ആ ഒരു മിഡിൽ ഓവറുകളിൽ ഒരു കോഹ്ലിയുടെ എന്താ പറയുക, കോഹ്ലി നമ്മൾ പല ചേസിങ്ങിലും നമ്മൾ ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നതാണല്ലോ. സത്യത്തിലൊരു 16 ഓവർ വരെ ഒരു വിരാട് കോഹ്ലി സ്റ്റൈൽ ഇന്നിങ്സാണ് കളിച്ചത്. പിന്നീട് ആ കമൻറ്റിൽ പറയുന്നത് ഫിനിഷിംഗ് ലൈക്ക് ധോണി എന്നുള്ളതാണ്. വളരെ കീപ്പാൻ എന്താ പറയുക, നമ്മളൊരു കാമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിന്. ഇതിങ്ങനെ റൺസിൻ്റെ ഇക്വേഷനൊക്കെ മാറുമെങ്കിലും സഞ്ജു ഉറപ്പിച്ചിരുന്നത് ഈ മത്സരം ഞാൻ ഫിനിഷ് ചെയ്യുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും വ്യക്തമായിരുന്നു. അങ്ങനെ സഞ്ജു ആ മത്സരം ഫിനിഷ് ചെയ്തു. സത്യം പറഞ്ഞാൽ സഞ്ജു ഇല്ലെങ്കിൽ ഇന്നത്തെ നിർണായകമായ മത്സരം വിജയിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെസ്റ്റ് ഇൻഡീസ് വലിയ സ്കോറാണ് നേടിയത്. 195 എന്ന് പറയുന്നത് നിർണായക മത്സരത്തിൽ ചേസ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ വിൻഡീസ് 195 റൺസ് അടിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ ഡഗ്ഔട്ടിലേക്കൊക്കെ ഇങ്ങനെ ക്യാമറ കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അതെ, റെക്കോർഡ് ചേസിംഗാണ് ഇന്ത്യ നടത്തിയത്. ചേസിങ്ങിൽ ഇന്ത്യക്കാരൻ്റെ ഏറ്റവും മികച്ച സ്കോറാണ് വേൾഡ്. മാത്രമല്ല ആ ഡഗ്ഔട്ടിൽ തന്നെ ഗൗതം ഗംഭീറിൻ്റെ മുഖമായാലും റയാൻ ഡെസ്കാറ്റയുടെ മുഖമായാലൊക്കെ ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. അത് സൂര്യകുമാറിൻ്റെ മുഖത്ത് പോലും ഉണ്ടായിരുന്നു. അവസാന ഓവറുകളിലേക്ക് വെസ്റ്റ് ഇൻഡീസ് അടിച്ചു തുടങ്ങുമ്പോൾ സൂര്യകുമാറിന് പോലും മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടത് മറക്കാൻ ശ്രമിക്കുമെങ്കിലും ഭയങ്കരമായ ആശങ്ക ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങുന്നത്. ആദ്യ 2 ഓവർ സത്യം പറഞ്ഞാൽ 12 റൺസ് മാത്രമാണ് വന്നത്. അതായത് പിന്നീടുള്ള 18 ഓവറിൽ 180 റൺസ് വേണം. അതായത് ഓരോ ഓവറിലും 10 മുകളിൽ വേണം. ഇവിടുന്ന് 2 വിക്കറ്റും പോവുകയാണ്. പക്ഷേ സഞ്ജു സാംസൺ എന്താ പറയുക, തന്നെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളെയും സ്ഥാനത്താക്കി എന്താ പറയുക, ഇനി സഞ്ജു സാംസൺ എന്നുള്ള പേര് ഇന്ത്യയിൽ ഒരു ക്രിക്കറ്റ് കാണുന്ന ഏതൊരാൾക്കും ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഇന്നിങ്സെങ്കിലും ഓർമ്മ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഷർഫിന് എന്താണ് ഇന്നലത്തെ ഒരു മത്സരം കാണുന്നത്? നമ്മളിപ്പോൾ സഞ്ജുവിനെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു പതിറ്റാണ്ടിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 2015 സഞ്ജു ആദ്യമായ ഒരു T20 ഇൻ്റർനാഷണൽ അരങ്ങേറുന്നത്. അതിനുശേഷം സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള ഒരു കരിയർ പരിശോധിച്ചാൽ അതിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാട് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഒന്ന് സഞ്ജുവിൻ്റെ ഫോം ഔട്ടിൻ്റെ പേരിൽ പോയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചു വരുമ്പം അവസരം കുറയുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതിന് ശേഷമാണ് സഞ്ജുവിൻ്റെ ഒരു നല്ലൊരു ഇന്നിങ്സാണ് ഇന്നലെ നമ്മൾ കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ കണ്ടത്.
പ്രത്യേകിച്ച് അതിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം പറയുകയാണെങ്കിൽ ഒരു ഫിയർലെസ് അപ്രോച്ച് എന്ന് മാത്രമല്ല പറയേണ്ടത്. കാരണം അത് ഒരു കൺസിസ്റ്റൻസി, സ്ഥിരത പുലർത്തിയിട്ടൊരു മികച്ച സെൻസിബിൾ ഇന്നിങ്സാണ് കളിച്ചത്. അത് തുടക്കത്തിൽ അക്കേൽ ഹുസൈനെ ടാർഗറ്റ് ചെയ്ത് ആണ് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം പവർ പ്ലേക്ക് ശേഷം ബോളിംഗ് ചേഞ്ച് വന്നപ്പോൾ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അതൊരു പ്രധാന ഘടകമാണ് ക്രിക്കറ്റിൽ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ചേസിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ധോണി, നമ്മൾ വിരാട് കോഹ്ലിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. കോഹ്ലിയുടെ ഇന്നിങ്സ് ഒക്കെ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനം സ്ട്രൈക്ക് റൊട്ടേഷനാണ് നമ്മൾ മിഡിൽ ഓവറുകളിൽ. അപ്പോൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇന്ത്യൻ്റെ ചേസിങ്ങിലെ റിസൾട്ട്. പിന്നെ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രതിസന്ധി സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല. സഞ്ജു അവിടെ ഗ്രീസിലുള്ള സമയത്ത് റൺസ് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഓരോ സമയത്തും ഷൈ ഹോപ്സ് ബോളർമാരെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൃത്യമായിട്ട് സഞ്ജു അവിടെ റൺസ് കണ്ടെത്തുന്നുണ്ട്. റിക്വയർഡ് റൺ റേറ്റ് 12 മുകളിലേക്കൊന്നും ഒരു ഘട്ടത്തിലും പോയതായിട്ട് തോന്നുന്നില്ല. കാരണം 10, 11 തന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ റൺസ് ചേസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ കൂടുതലും പറയേണ്ടത് ഫോറുകളാണ്. ഗ്യാപ്പ് എവിടെ കണ്ടെത്തിയാലും അവിടേക്ക് സഞ്ജു റൺസ് ഫോർ അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 6 വലിയ ഹിറ്റിന് സഞ്ജു അധികം ശ്രമിച്ചിട്ടില്ല. അതൊരു പ്രധാന ഘടകമാണ്. വലിയ ഷോട്ടിന് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ക്യാച്ച് ഔട്ടായി വരുന്നത്, വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഇന്നിങ്സ് സഞ്ജു അവിടെ നിന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് അത്ര ഒരു കോൺഫിഡൻസ് ആയിട്ട് കളിക്കാൻ കഴിഞ്ഞത്. പിന്നെ വരാനുള്ളതൊക്കെ ഹിറ്റർമാരാണ്. ദുബ ആണെങ്കിലും ഹാർദിക് ആണെങ്കിലും ഒരു ആങ്കർ റോൾ കൈകാര്യം ചെയ്യാൻ സൂര്യകുമാറിന് ശേഷം പിന്നെ തിലക് വർമ്മ ഔട്ടായതിനു ശേഷം ഇന്ത്യക്ക് സഞ്ജു അവിടെ ഗ്രീസിൽ നിന്നത് ഒരു വിജയത്തിലേക്ക് ഒരു അടിത്തറവാകുന്നതിലൊരു പ്രധാന ഘടകമാണ്. പിന്നെ അവസാന സമയത്താണെങ്കിലും കൃത്യമായിട്ട് റൺസ് വന്നിരുന്നു. അത് പ്രധാനമാണ്. ഒരു ഘട്ടത്തിൽ ഷമാർ ജോസഫിനെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റം, 150 സ്പീഡിലൊക്കെ ഷമാർ ജോസഫ് പന്തെറിയുന്നുണ്ട്. പക്ഷേ സഞ്ജു കൃത്യമായത് എക്സിക്യൂട്ട് ചെയ്ത് ഫോറാക്കി മാറ്റുന്നുണ്ട്. സഞ്ജുവിന്റെ ബൗണ്ടറി തന്നെയാണെന്നല്ലേ? അതെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ഇവനക്കെതിരെ അടിച്ചില്ല, അഖിൽ ഹുസൈൻ അടിച്ച ബൗണ്ടറി തന്നെ ഒരു സെവാഗ് സ്റ്റൈൽ ആയിരുന്നു. ഒരു കട്ട് ഷോട്ടാണ്. സെവാഗിനാണ് കറക്റ്റ് ആ ടൈമിൽ ഓർമ്മ. കുറച്ചെങ്കിലും ലെഗിലേക്ക് മാറിയിട്ട് ഗ്യാപ്പിലേക്ക് ഇരുത്. സാധാരണ സഞ്ജു സിക്സറിനാണ് കൂടുതൽ. പക്ഷെ ഇന്നലെ ബൗണ്ടറിക്കും ഭയങ്കരമായ എന്താ പറയുക സ്വാധീനം ഉണ്ടായിരുന്നു. അത് തന്നെ സഞ്ജുവിന് ഇന്നിങ്സിനെയും ഉണ്ടായിരുന്നു. പിന്നെ സഞ്ജുവിനുള്ളതൊരു ഹിറ്റിംഗ് ഇതാണ്. അതായത് സഞ്ജുവിന് അത് പൊതുവെ സഞ്ജുവിന് മാത്രം പ്രശ്നമായിരുന്നു. ടീം അദ്ദേഹത്തിന് കൊടുത്തൊരു ലൈസൻസ് ഉണ്ടായിരുന്നു. ആദ്യം 1 മുതൽ അടിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഗൗതം ഗംഭീറിന് ഒരു വരവിന് ശേഷം സഞ്ജുവിന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ സഞ്ജുവിന് പലപ്പോഴും അത് ഷോർട്ട് സെലക്ഷനിലായിരുന്നു പാളിയിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്ട് പിച്ച് പന്ത് വരുമ്പോൾ ഈ ലെഗ് സൈഡിലേക്കാണ് സ്ഥിരമായി ക്യാച്ച് കൊടുക്കുന്നത്. ഒരു ഇംഗ്ലണ്ട് പരമ്പരയിൽ ആർച്ചർ അത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തിരുന്നു. സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ സഞ്ജു ഇന്നലെ അതൊക്കെ ആ ഒരു എന്താ പറയുക ചോദനയ്ക്കുള്ളിൽ അടക്കിയിട്ടാണ് ബാറ്റ് ചെയ്തത്. നമ്മൾ സഞ്ജു സാംസനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ അടുത്തും സത്യത്തിൽ ഇന്ത്യക്കൊരു ഇതുപോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. സഞ്ജു സാംസൺ പോലെ ഉള്ളിൽ പ്രതീക്ഷിച്ചിരുന്നതും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നതും അതാണ്. ഇപ്പോൾ സഞ്ജു സാംസണ് IPL നമ്മൾ 2013 മുതൽ തന്നെ കാണുന്നുണ്ട്. അന്ന് തന്നെ എല്ലാവരും സഞ്ജു ഒരു ഭാവി ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് ആഘോഷിച്ചിരുന്നത്. പ്രത്യേകിച്ചും ദ്രാവിഡിനെ പോലുള്ള ആളുകൾ തന്നെ അന്ന് സഞ്ജുവിന് ഭയങ്കരമായിട്ട് ഒരു പിന്തുണ ഉണ്ടായിരുന്നു. പിന്നീട് മറ്റ് താരങ്ങൾ, ഇപ്പോൾ ഷെയ്ൻ ബോണൊക്കെ പലകുറി പറഞ്ഞിട്ടുണ്ട് ഈ സഞ്ജുവിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഫോർമാറ്റിൽ പോലും ഉൾപ്പെടുത്താതെ, ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2013 നമ്മൾ 2026 13 വർഷമായിട്ട് നമ്മൾ സഞ്ജു എല്ലാ പരമ്പര വരുമ്പോഴും സഞ്ജു എന്തെങ്കിലും പുറത്ത് അല്ലെങ്കിൽ ബെഞ്ചിൽ ഇങ്ങനെ ജസ്റ്റിസ് ഫോർ സഞ്ജു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇന്നിങ്സോടെ സഞ്ജുവിന് ഇനി അത്ര പെട്ടെന്നൊന്നും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കീ പെർഫോമൻസ് നടത്തുന്ന ഒരാളെ പെട്ടെന്ന് അങ്ങനെ ഒരു എന്താ പറയുക പ്രത്യേകിച്ചും ഇപ്പോൾ പലപ്പോഴും ഈ വിരാട് കോഹ്ലിയായിട്ട് പലപ്പോഴും താരതമ്യം ചെയ്യുന്നുണ്ട്. കാരണം കോഹ്ലിക്ക് ശേഷം ഇങ്ങനെ ഒരു ചേസിങ് ഇന്ത്യ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ തിലക് വർമ്മയുടെ ഒരു ഇന്നിങ്സ് മാറ്റി നിർത്തിയാൽ പിന്നെ ഇത്ര ഒരു വലിയ വേദികളിൽ ഇങ്ങനെ ചേസ് ചെയ്ത് ഇന്ത്യ ജയിച്ചത് അധികം കണ്ടിട്ടില്ല. അതന്നെ ഈ തിലകിനെ പോലും ആ ഒരു ഇന്നിങ്സ് കൊണ്ടാണ് തിലകിനെ പലപ്പോഴും പലരും ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും തിലകിനെ എല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു ഇന്നിങ്സ് കൊണ്ട്. കാരണം ഇതുപോലൊരു സാഹചര്യത്തിൽ മത്സരം വിജയിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതാണ്. നമ്മളൊരു ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ സെഞ്ചുറി അടിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഉണ്ടാവും ഒരു ചേസിംഗിൽ ഒരു 60-70 കൊടുത്ത് ടീമിനെ വിജയിപ്പിക്കുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ഏകദിന ടീമിലേക്കൊക്കെ സഞ്ജുവിന് ഒരു സാധ്യത തുറന്നിടുന്നത് മത്സരം കൂടിയായിരുന്നു ഇത്. കാരണം ഇപ്പം നിലവിലിപ്പോൾ സഞ്ജു 50-ലേറെ ശരാശരിയിലാണ്
ഏകദിനത്തിൽ ബാറ്റ് വീശുന്നത്. ആകെ സഞ്ജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം 10 വർഷത്തിലധികം ഇന്ത്യൻ ടീമിലുണ്ടെങ്കിലും 60 മത്സരങ്ങൾ മാത്രമാണ് ഈ സഞ്ജു T20 കളിച്ചത്. അതിൽ തന്നെ ഏകദിനം ആകെ 16 മത്സരങ്ങൾ മാത്രമേ കളിച്ചത്. അപ്പോൾ അത്ര കുറഞ്ഞ മത്സരം ഇത്രയും കാലം ഇന്ത്യൻ ടീമിലുണ്ടായിട്ടും കുറച്ച് മത്സരം മാത്രം കളിച്ച ഒരാൾ ചിലപ്പോൾ സഞ്ജു മാത്രമായിരിക്കും. പലപ്പോഴും ടീമിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദിനത്തിലേക്ക് ഇനിയിപ്പം ഇംഗ്ലണ്ട് പര്യടനമൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദിനത്തിൽ ഒരു KL രാഹുലിൻ്റെ ഒരു ബാക്കപ്പായിട്ടൊക്കെ ഇനി സഞ്ജുവിനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് എത്രത്തോളം നമുക്ക് കണ്ടറിയണം. കാരണം ഓൾറെഡി ഋഷഭ് പോലുള്ള ആളുകളൊക്കെ പുറത്തുണ്ട്. ഇങ്ങനെ ഒരു ബാലൻസിങ് ആണ് ഇപ്പോൾ ടീം സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദിനത്തിൽ പരിഗണിക്കുന്നവരെ T20 പരിഗണിക്കില്ല. ഏകദിന ലോകകപ്പ് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇന്ത്യൻ ടീം പരമാവധി പ്ലേയേഴ്സിനെ ഒന്ന് പരിശീലിച്ചിട്ട് നോക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഏത് ഇക്വേഷനാണ് റെഡി ആവുക എന്നുള്ളത് 2007 ഏകദിന ലോകകപ്പിന് മുൻപായിട്ട് ചിലപ്പോൾ ഒരു പൊളിച്ചെഴുത്തിന് സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ സഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ സഞ്ജു എവിടെ നിന്നാണ് ഈ ഇന്നിങ്സ് വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. കാരണം സഞ്ജു നമുക്കറിയാം, ഒരു ഗൗതംബീർ വന്നതിന് ശേഷം 2024 മുതലൊക്കെയാണ് ടീമിൽ സ്ഥിരമായി ഒരു ബംഗ്ലാദേശിനെതിരെയുള്ള സെഞ്ചുറി അടിച്ച് തുടങ്ങുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്ക പോയി 2 സെഞ്ചുറി അടിക്കുന്നു. പക്ഷേ പിന്നീട് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നൊരു പരമ്പരയിൽ മോശമാകുന്നു. പിന്നാലെ ഏഷ്യ കപ്പ് വരുമ്പോൾ ഗില്ലിനെ കൊണ്ടുവരുന്നു. സഞ്ജുവിനെ പല പൊസിഷനിലിട്ട് ഇങ്ങനെ മാറ്റി കളിക്കുന്നു. പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കും ബെഞ്ചിലായി. പിന്നീട് ദക്ഷിണാഫ്രിക്കക്കെതിരായ T20 പരമ്പര ഇല്ലായിരുന്നു. പക്ഷേ നിർണായകമായ ഒരു അവസരത്തിൽ അന്നൊരു 30-ലേറെ റൺസ് എടുത്തിട്ടുകൊണ്ടാണ് 2020 ലോകകപ്പിലേക്ക് ടീമിൽ ഇടം ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. ഇനി സഞ്ജുവിൻ്റെ ദിവസങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ന്യൂസിലാൻഡ് പരമ്പര വന്നു. ന്യൂസിലാൻഡ് പരമ്പര സഞ്ജു സത്യം പറഞ്ഞാൽ അമ്പയെ നിരാശപ്പെടുത്തി. അതേസമയം ഇഷാൻ കിഷൻ ഭയങ്കരമായി ഫോമാവുകയും ചെയ്തതോടെ സഞ്ജു 20 ലോകകപ്പ് കളിക്കില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരും ഉറപ്പിച്ചിരുന്നത്. ടീമിൽ ഓൾറെഡി ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹം ടീമിലുണ്ട്, പക്ഷേ കളത്തിൽ ഇറങ്ങിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത്. അഭിഷേക് ശർമ്മ ഫോം ഔട്ടാകുന്നു. പിന്നീട് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനെ കുറിച്ച് വലിയ ചർച്ചകൾ വരുന്നു. അങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗത്യന്തരമില്ലാതെ എന്നൊക്കെയാണ് സഞ്ജുവിനെ ഇറക്കി വിടുന്നത്. പക്ഷേ അത് ആ ഒരു പ്ലാൻ ബി ഇന്ത്യയുടെ ഒരു ടൂർണമെൻറ്റിൽ ഗെയിം ചേഞ്ചിങ് ആവുന്ന നമ്മൾ കാണുന്നത്. സിംബാബ്വെക്കെതിരെ അതുവരേക്കും ഇന്ത്യയുടെ ഒരു എന്താ പറയുക ബാറ്റിംഗ് ഇങ്ങനെ നനഞ്ഞു പോയിരുന്നൊരു ബാറ്റിംഗ് ഭയങ്കര സ്ഫോടനാത്മക രീതിയിലേക്ക് മാറുന്നത് സഞ്ജു ഒരു വലിയ തുടക്കം നൽകുന്നതോടെയാണ്. എല്ലാ ബാറ്റിംഗ് നിരയും പിന്നീട് അതിൻ്റെ ഒരു ചെയിന് പോലെ ഫോം വീണ്ടെടുക്കുക നമ്മൾ കണ്ടു. ഇന്നലത്തെ മത്സരത്തിൽ അത് ഒന്നുകൂടി ഗ്രാഫ് ഉയർത്തി എന്നുള്ള പറയാം. അങ്ങനെ സഞ്ജുവിനെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു വിചാരിച്ചതിലും വലിയ കംബാക്കാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ സഞ്ജുവിന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബാക്ക് ഫുട്ടിലാണ് സഞ്ജു അധികം കളിക്കുന്നത്, ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം സഞ്ജു കേട്ടിരുന്നു. പക്ഷെ ഇന്നലെ സഞ്ജു കളിച്ചത് സ്പിന്നർമാരൊക്കെ സഞ്ജു നേരിട്ടത് കൃത്യമായി ബാക്ക് ഫുട്ടിലെ മികച്ച പ്രകടനം നടത്തിയിട്ടാണ്. അത് ഇന്ത്യൻ്റെ ബാറ്റിംഗ് കോച്ച് പറയുകയും ചെയ്തു. സഞ്ജു ഇതിൽ കൂടുതൽ നേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തരം പുതിയ ഈ ക്രിക്കറ്റിലെ ആ രീതി തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് സഞ്ജു അതിൽ ഇടപെട്ട് എന്ന് പറയുന്നുണ്ട്. ബാക്ക് ഫുട്ടിലെ കളി തന്നെ തൻ്റെ വിമർശിച്ചത് എന്താണോ അത് തന്നെ സഞ്ജു അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് സഞ്ജുവിൻ്റെ ഒരു തിരിച്ചുവരവ് നടത്തിയത്. അതും ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെർഫോമൻസ് മറ്റു തരത്തിലും ഭയങ്കര നിർണായകമാണ്. കാരണം ഈ സീരീസ് മീൻസ് T20 ലോകകപ്പിൽ ഇനി സഞ്ജു അത്ര ഫോമായില്ല എന്ന് വിചാരിക്കുക. സഞ്ജുവിന് ഈസി ആയിട്ടും ഡ്രോപ്പ് ചെയ്യാമായിരുന്നു. കാരണം പുറത്ത് അതിഗംഭീരമായ ആളുകൾ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ ഓൾറെഡി കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. അപ്പുറത്ത് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് മാർച്ചിൽ 15 വയസ്സ് തികയുമ്പോൾ മിക്കവാറും പല പര്യടനങ്ങളിലേക്കും ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് വൈഭവ് സൂര്യവംശി. യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്ന മറ്റൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. കൂടാതെ IPL-ലും ഒരുപാട് IPL ഇപ്പോൾ തുടങ്ങാൻ പോകാനുള്ള ഒരുപാട് ന്യൂ കമേഴ്സ് വരാൻ പോവാണ് ഓപ്പണിങ്ങിലൊക്കെ. അപ്പോൾ അത്രയും കോമ്പറ്റീഷനുള്ള സമയത്താണ് കൂടിയാണ് സഞ്ജു പ്രിയാൻ ഷാരിയെ പോലുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു നിർണായക സമയത്താണ് സഞ്ജുവിൻ്റെ ഈ ഒരു പെർഫോമൻസ് വരുന്നത്. എങ്ങനെ നോക്കിയാലും നമ്മൾ പല രീതിയിൽ നോക്കിയാലും സഞ്ജുവിൻ്റെ പേഴ്സണലി ആയാലും ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് നോക്കുകയാണെങ്കിലും സഞ്ജുവിൻ്റെ ഇതുവരേക്കും സപ്പോർട്ട് ചെയ്തിരുന്നവരെ കോണ്ടക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു ഭയങ്കര ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു.